കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോന്റെ പങ്കിൽ അന്വേഷണം തുടരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായ ശേഷം തുടർ നടപടികൾക്ക് കടക്കാനാണ് പോലീസ് നീക്കം. പരാതിക്കാരൻ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്നും ബിയർ കുപ്പിയുമായി ആക്രമിച്ചുവെന്നുമാണ് ലക്ഷ്മി മേനോന്റെ ആരോപണം. നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്നാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ. ഷബാസുണ്ട് വിശദാംശങ്ങളുമായി. ഷബാസ, ഈ കേസിൽ എന്താണ് ലക്ഷ്മിയുടെ പങ്ക് എന്നുള്ളതിലാണ് കൂടുതൽ വ്യക്തത വരേണ്ടത്. ഇപ്പോഴും ഒളിവിൽ തന്നെയല്ലേ ലക്ഷ്മി മേനോൻ? ആര്യ, അത് തന്നെയാണ്. ലക്ഷ്മി മേനോൻ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇത് സംബന്ധിച്ച് കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ ഈ നടി ലക്ഷ്മി മേനോന്റെ പങ്കു സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് ഹൈക്കോടതി ഇന്നലെ തടഞ്ഞിരുന്നു. അതിൽ ആ കേസിൽ തന്നെ ഇവരുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നും ഇവർ അന്ന് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല, ഇവർ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിലടക്കം വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം ഈ അറസ്റ്റ് തടഞ്ഞതിനൊപ്പം മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി തീരുമാനം വന്ന ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക. ഈ പരാതിക്കാരൻ തനിക്കെതിരെ ലൈംഗിക പരാമർശം നടത്തിയെന്നും ബിയർ കുപ്പിയുമായി ആക്രമിച്ചു എന്നുമാണ് ലക്ഷ്മി മേനോൻ ആരോപിക്കുന്നത്. ഒപ്പം യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ലക്ഷ്മി മേനോൻ അടങ്ങുന്ന സംഘം ഈ കാർ തടഞ്ഞ് തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്നാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ. കേസിൽ നേരത്തെ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ കൂടുതൽ ഇവരുടെ പങ്ക് എന്താണെന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യ, ഷബാസ, മറ്റൊരു കാര്യം, നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമായതാണല്ലോ. യുവാവിന്റെ കാറ് തടഞ്ഞു നിർത്തി യുവതികൾ റോഡിൽ ഇറങ്ങി നിർത്തുന്നതും കാറ് തടയുന്നതിന്റെയും ഉൾപ്പെടെ ദൃശ്യങ്ങൾ നമ്മൾ വ്യക്തമായതാണല്ലോ. അപ്പോൾ ഈ ബാറിലുണ്ടായ സംഘർഷമാണ് എന്ന് തന്നെയാണോ ഈ ലക്ഷ്മി മേനോന് ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത് അക്കാര്യം പറഞ്ഞുകൊണ്ടാണോ? അതുതന്നെയാണ്, ഈ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ലക്ഷ്മി മേനോൻ ഇത്തരത്തിലുള്ള പ്രതിരോധം തീർക്കുന്നത്. എന്നാലും കൂടുതൽ കാര്യങ്ങൾ പോലീസ് വ്യക്തത വരുത്തുന്നതിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തിനെ ഒളിവിൽ പോയി, അന്ന് ആ കാറിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ആ കാറിൽ ഇവരുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ആ സാഹചര്യത്തിലാണ് പോലീസ് ഈ കേസിൽ അവരുടെ പങ്ക് അത് നിർണായകമാണോ എന്ന കാര്യം തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര്യ, ഷബാസ്, ഇപ്പോൾ കേസിൽ എത്ര പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്? 3 പേരാണ് ആര്യ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ലക്ഷ്മി മേനോൻ ഒളിവിലാണെങ്കിലും അവർ എവിടെയാണെന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലീസ്. വൈകാതെ തന്നെ അവർ എവിടെയാണെന്ന കാര്യം പോലീസിന് വിവരം ലഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തടഞ്ഞതിന് പിന്നാലെ ഇവരുടെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നതിനായി പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവരുടെ പങ്ക് ഈ കേസിൽ നിർണായകമായ ഒരു പങ്ക് ഇവർക്ക് ഉണ്ടെന്ന കാര്യം ആദ്യഘട്ടത്തിൽ സൂചന വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ മുൻകൂർ അപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതി ഇവരുടെ അറസ്റ്റ് തടഞ്ഞിരുന്നെങ്കിലും ഈ കേസിൽ ഇവരുടെ പങ്ക് എന്താണ്, ഇവരെ ആക്രമിക്കാൻ, ഈ IT ജീവനക്കാരനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിക്കാൻ ഇവർക്ക് കാരണമായത് എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ആര്യ, ശരി, ഷബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.